നമസ്കാരം. മാനിഫെസ്റ്റിംഗ് നോളജിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ സന്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സന്ധി എന്നാൽ എന്താണ്? വർണ്ണങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു വികാരമാണ് സന്ധി. അപ്പോൾ എന്താണ് വർണ്ണം? വർണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷയിലെ ഏറ്റവും ചെറിയ ധ്വനിയെയാണ് വർണ്ണം എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ കണം എന്നൊക്കെ പറയത്തില്ലേ ആറ്റത്തിനെ, അതേപോലെയാണ് മലയാള ഭാഷയിലെ വർണ്ണത്തെ പറയുന്നത്. വർണ്ണം പ്ലസ് വർണ്ണം എന്താവും? അക്ഷരമായിട്ട് മാറും. അപ്പോൾ വർണ്ണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് അക്ഷരമുണ്ടാകുന്നത്. ഉദാഹരണം നോക്കിക്കോളൂ. ക അധികം ആയാണ് ക ആയിട്ട് മാറുന്നത്. വ് അധികം ആ ആണ് വ ആയിട്ട് മാറുന്നത്. ഈ ഉദാഹരണങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ക എന്നതും ആ എന്നതും എന്താണ്? വർണ്ണങ്ങളാണ്. ഈ രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് കിട്ടുന്ന അക്ഷരമാണ് ക എന്ന് പറയുന്നത്. വ് എന്നതും ആ എന്നതും എന്താണ്? രണ്ട് വർണ്ണങ്ങളാണ്. ഈ രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുന്നത് വ എന്ന അക്ഷരമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വർണ്ണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് അക്ഷരമുണ്ടാകുന്നത്. സന്ധി എന്നാൽ ചേർച്ച എന്നാണ് അർത്ഥം. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വർണ്ണമാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സന്ധി എന്ന് പറയുന്നത്. വർണ്ണമാറ്റമനുസരിച്ച് സന്ധികൾ 4 വിധത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ സന്ധികൾ? ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി എന്നിവരാണ് ആ 4 സന്ധികൾ. ആദ്യം നമ്മൾ ലോപസന്ധിയെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്താണ് ലോപസന്ധി? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊരു വർണ്ണം ലോപിച്ചു പോകുന്നു. അങ്ങനെയുള്ള സന്ധിയെയാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. തണുപ്പ് അധികം ഉണ്ട് എന്നതിനെ എങ്ങനെ നമുക്ക് ചേർത്തെഴുതാൻ പറ്റും? തണുപ്പുണ്ട് എന്ന് ചേർത്തെഴുതാമല്ലേ? അപ്പം നിങ്ങളിവിടെ നോക്കിയേ. തണുപ്പ് അധികം ഉണ്ട് എന്ന അവിടെ എത്ര ലെറ്റേഴ്സ് വീതം ഉണ്ടെന്ന് നോക്കുക. തണുപ്പ് എന്ന് പറയുന്നത് 3 ലെറ്റേഴ്സാണ്. ഉണ്ട് എന്ന് പറയുന്നത് 2 ലെറ്റേഴ്സാണ്. ഇത് രണ്ടും ചേർന്ന് വരുന്ന വാക്കിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സാണുള്ളത്. തണുപ്പുണ്ട് എന്ന് പറയുന്നതിൽ 4 ലെറ്റേഴ്സാണുള്ളത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. ലോപസന്ധിയിൽ പിരിച്ചെഴുതുന്നതിൽ എത്ര ലെറ്റേഴ്സ് ടോട്ടൽ ഉണ്ടോ അതിൽ നിന്ന് 1 കുറവായിരിക്കും ചേർത്തെഴുതുന്ന വാക്കിൽ ഉണ്ടാവുക. അപ്പോൾ ഇതൊരു ഈസി വേ ആണ് ലോപസന്ധി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. ഇനി നോക്കിയേ, തണുപ്പ് എന്നതിൽ നിന്ന് തണു എന്ന് പറയുന്നത് അതേപോലെ ഉണ്ട്. ഇപ്പ ഉണ്ട്. ഇനി ഊ എന്ന് പറയുന്നതിന് പകരം എന്താണ്? ആ ഒരു ചിഹ്നമുണ്ട്. ഉകാരം എന്ന് പറയുന്ന ഒരു ചിഹ്നം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഊ അല്ല അവിടെ ലോപിച്ച് പോയേക്കുന്നത്. അതേപോലെ തന്നെ ഡ് എന്ന് പറയുന്നതും കൂട്ടിച്ചേർത്തതിൽ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ലോപിച്ചു പോയത്? ആ സംവൃതോകാരം അല്ലെങ്കിൽ ചന്ദ്രക്കലയാണ് ഇവിടെ ലോപിച്ചു പോയേക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഊ ആണ് ലോപിച്ചു പോയതെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പിരിച്ച് നോക്കിയിട്ട് എഴുതാം അത് കറക്റ്റായിട്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പറഞ്ഞു അധികം ഇല്ല. ഇതിൽ നോക്കിയേ, പറഞ്ഞു എന്നത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3 ലെറ്റേഴ്സാണ്. ഇല്ല എന്ന് പറയുന്നത് 2 ലെറ്റേഴ്സാണ്. ഇത് കൂട്ടി എഴുതുമ്പോൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വരും. പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടി എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് കൂട്ടി എഴുതുമ്പോൾ? 4 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് സന്ധിയാണ്? ലോപസന്ധിയാണ്. ഇത് എന്തൊക്കെയാണ്? പറഞ്ഞ എന്ന് പറയുന്ന സാധനം അതേപോലെ തന്നെ നമ്മൾ കൂട്ടിയെഴുത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇല്ല എന്ന് പറയുന്നതിൽ ഈക്ക് പകരം എന്താണ് വന്നേക്കുന്നത്? ഈയുടെ ചിഹ്നമാണ് വന്നേക്കുന്നത്. ഓക്കെ, ഈയുടെ ചിഹ്നവും വന്നിട്ടുണ്ട്. ഇനി ല എന്ന് പറയുന്നത് അതേപോലെ തന്നെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോപിച്ചു പോയത് എന്താണ്? ഉകാരമാണ്, അല്ലെങ്കിൽ ഊവിൻ്റെ ആ ഒരു ചിഹ്നമാണ് ലോപിച്ചു പോയേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പോയി അധികം ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ കൂട്ടി എഴുതാം? പോയില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടി എഴുതാൻ പറ്റും. ഇവിടെ പോയി എന്നതിൽ നിന്ന് പോയ എന്ന അത്രയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നതിൽ ഈക്ക് പകരം ചിഹ്നം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് ലോപിച്ചു പോയത്? ഈ എന്ന് പറയുന്ന ചിഹ്നമുണ്ടല്ലോ പോയി എന്ന് പറയുന്ന ഭാഗത്തിലെ, ആ ഈ എന്ന് പറയുന്ന ചിഹ്നമാണ് അവിടെ ലോപിച്ചു പോയേക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വരിക അധികം എടോ എന്നത് നമുക്ക് എങ്ങനെ കൂട്ടിച്ചേർത്ത് എഴുതാൻ പറ്റും? വരികെടോ എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർത്ത് എഴുതാമല്ലേ? നമുക്കിതിൻ്റെ അക്ഷരങ്ങളൊക്കെ എണ്ണി നോക്കിയിട്ട് എത്ര ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് അത് ഏത് സന്ധിയാണെന്ന് പറയാൻ പറ്റുമല്ലേ? ഏത് സന്ധിയാണ്? ലോഭസന്ധിയാണ്. ഇവിടെ നോക്കിയേ, വരി എന്ന് പറയുന്നത് അതേപോലെ തന്നെ അവിടെ ഉണ്ട്. ഇനി ക എന്ന് പറയുന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? നമ്മൾ ആദ്യം പഠിച്ചു. ക എന്നത് എങ്ങനെയാണ് എഴുതുന്നത്? ക അധികം ആയാണ് ക എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ കെ എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് അല്ലേ? കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ക അധികം എ ആണ് കെ എന്ന് അക്ഷരമായിട്ട് മാറുന്നത്. നമ്മൾ പറഞ്ഞു വർണ്ണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് അക്ഷരം ഉണ്ടാകുന്നതെന്ന്. ഇവിടെ എ എവിടെ നിന്നാണ് എടുത്തത്? ഈ എ അല്ലേ ഇവിടെ വന്നേക്കുന്നേ. അപ്പോൾ അതുണ്ട്. കായും അവിടെ ഉണ്ട്, ഡോയും അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ലോപിച്ച് പോയേക്കുന്നത്? ക അധികം ആയല്ലേ ക. അപ്പോൾ അവിടെ എന്താണ്? ആ എന്ന് പറയുന്ന വർണ്ണം എന്താണ്? അവിടെ ലോപിച്ചു പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചെമന്ന അധികം ഉള്ളി എന്നതിനെ എങ്ങനെ നമുക്ക് ചേർത്തെഴുതാൻ പറ്റും? ചെമന്നുള്ളി എന്ന് ചേർത്തെഴുതാൻ പറ്റും അല്ലേ? ചെമന്നുള്ളി എന്ന് ചേർത്തെഴുതാൻ പറ്റും. ചുമന്ന എന്ന് പറയുന്നതല്ല കേട്ടോ, ചെമന്ന എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ള വേർഡ്. ഓക്കെ, ചെമന്ന എന്ന് പറയുന്നത് എന്താണ്? അവിടെ കറക്റ്റായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എങ്ങനെയാണ്? ന് അധികം ആയാണ് ഇന്നായിട്ട് മാറുന്നത്. ന് അധികം ആയാണ് ഇന്നായിട്ട് മാറുന്നത്. ഇവിടെ ബാക്കി എന്താണുള്ളത് കൂട്ടിച്ചേർത്തതിൽ? നു എന്നാണുള്ളത്. അതെങ്ങനെയാണ് വരുന്നത്? ന് അധികം ഊ ആണ് നു ആയിട്ട് മാറുന്നത്. ഈ ഊ എവിടെ നിന്നാണ് എടുത്തത്? ആ ഉള്ളിയിലത്തെ ഊ ആണ് എടുത്തേക്കുന്നത്. അപ്പം നു ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഉള്ളി അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, ചെമന്നുള്ളി എന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ലോപിച്ച് പോയത്? വള്ളി ഉണ്ടായിരുന്നില്ല. എന്താണ് അവിടെ ലോപിച്ച് പോയത്? ആ എന്ന് പറയുന്ന വർണ്ണമാണ് അവിടെ ലോപിച്ച് പോയത്. ഊ അതിലതേപോലെ തന്നെ ഉണ്ട്. കാരണം ഊവിൻ്റെ ചിഹ്നമാണ് അവിടെ ഉള്ളത് കറക്റ്റായിട്ട്. ന എന്ന് പറയുന്നതിൽ ആ എന്ന വർണ്ണമാണ് അവിടെ ലോപിച്ച് പോയേക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കവിതയുടെ അധികം അച്ഛൻ എന്നതിനെ നമുക്ക് എങ്ങനെ ചേർത്തെഴുതാൻ പറ്റും? കവിതയുടെ അച്ഛൻ എന്നെങ്ങനെ ചേർത്തെഴുതാൻ പറ്റും അല്ലേ? ഇവിടെ കവിതയു വരെ എന്താണ്? കറക്റ്റായിട്ടുണ്ട്. അച്ഛൻ്റെ ഛനും കറക്റ്റായിട്ടുണ്ട്. ഇവിടെ ഡേ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് വരുന്നത്? ഡ് അധികം എ ആണ് ഡേ എന്ന് പറയുന്നതായിട്ട് വരുന്നത്. ഡ് അധികം ആയല്ലേ ഇവിടെ ഡാ എന്ന് പറഞ്ഞു വരുന്നത്. ഇവിടെ കൂട്ടിച്ചേർത്തതിൽ ഡായാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡ് അധികം ആയല്ലേ വന്നേക്കുന്നത്. ഈ ആയാണ്, അച്ഛൻ്റെ ആയാണ് അവിടെ കൂട്ടിച്ചേർത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇല്ലാത്തത്? എ എന്ന് പറയുന്ന ചിഹ്നമാണ്, എ എന്ന് പറയുന്ന വർണ്ണമാണ് അവിടെ എന്താണ്? ലോപിച്ചു പോയേക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കൊല്ലം അധികം വർഷം എന്നതിനെ ചേർത്തെഴുതുമ്പോൾ എന്ത് വരും? കൊല്ലവർഷം എന്ന് വരും. ഇതിൽ കൊല്ല എന്ന് പറയുന്നത് അതേപോലെ തന്നെ ചേർത്തെഴുത്തിൽ വന്നിട്ടുണ്ട് ഇല്ലേ? വന്നിട്ടുണ്ട്. വർഷം എന്ന് പറയുന്നത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ലോപിച്ചു പോയേക്കുന്നത്? ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ആ അനുസാരം അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു സാധനത്തെയാണ് അനുസാരം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് അവിടെ എന്ത് ചെയ്തത്? ലോപിച്ചു പോയേക്കുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള സന്ധികളൊക്കെ പരിചയപ്പെടുന്നത്. ഇത് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ബൈ.